എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 മെയ് മാസം ഇടവക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ്. അതായത് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി വരെ വരുന്ന ഇടവക്കൂറുകാരുടെ ജീവിതത്തിൽ ഈ മെയ് മാസം എന്തു മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മാസം വളരെ സവിശേഷകരമായ ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി 1-ാം ഭാവത്തിൽ നിൽക്കുന്ന അപൂർവമായ മാളവ്യ രാജയോഗം ഈ മാസത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഒപ്പം ചൊവ്വ, സൂര്യൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിനെയും സാമ്പത്തികത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ ജോലിയുള്ളവർക്കും പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്കുമൊക്കെ ഈ മാസം വലിയൊരു വഴിത്തിരിവ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പ്രണയകാര്യത്തിലും ആരോഗ്യകാര്യത്തിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ലളിതവും ഫലപ്രദവുമായ പരിഹാരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിനി നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് നിങ്ങളെ കൂടുതൽ ബുദ്ധിപരമായി ജോലി ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അതായത് ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്കായിരിക്കും ഈ മാസം നിങ്ങൾ ചെയ്യുക. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളൊക്കെ ലഭിക്കാവുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സാമ്പത്തിക ലാഭമൊക്കെ വർദ്ധിക്കുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾക്കും ഇത് അനുയോജ്യമായ സമയമാണ്. ഇനി സാമ്പത്തികത്തെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ഭൗതിക സുഖങ്ങൾക്കൊക്കെയായി പണം ചെലവഴിക്കാനും അതുവഴിയൊക്കെ ജീവിത നിലവാരം ഉയർത്താനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ലാഭസ്ഥാനത്ത് 11-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതൊരു സ്ഥിരമായ വരുമാനവും ഉറപ്പാക്കുന്നതാണ്. ഒന്നിലധികം വഴികളിലൂടെയൊക്കെ പണം കൈവരാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ശക്തമായ യോഗമുണ്ട്. ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ നല്ലൊരു വർധനവുണ്ടാകാനും സഹായിക്കും. സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കുടിശ്ശികയോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ഒക്കെ ലഭിക്കാൻ ഈ മാസം അനുകൂലമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ 2-ാം പകുതിയാണ് ബിസിനസ്സുകാർക്ക് കൂടുതൽ ഗുണകരമാകുക. ബുധൻ 1-ാം ഭാവത്തിലേക്കൊക്കെ വരുന്നതോടെ പുതിയ ബിസിനസ് കരാറുകളിലൊക്കെ ഒപ്പിടാനും സാമ്പത്തിക നേട്ടമൊക്കെ കൊയ്യാനും സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതത്തെപ്പറ്റി നോക്കിയാൽ പ്രണയിക്കുന്നവർക്കൊക്കെ ഈ മാസം അല്പം ക്ഷമ പാലിക്കേണ്ടതുണ്ട്. 5-ാം ഭാവത്തിൽ ശനിയുടെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടിയുള്ളതിനാൽ പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണ്. ശുക്രൻ്റെയൊക്കെ സ്വാധീനം ദമ്പതികൾക്കിടയിൽ സ്നേഹമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. മെയ് 11-നൊക്കെ ശേഷം ജീവിത പങ്കാളിയോടൊപ്പം ഒരു യാത്രയൊക്കെ പോകാനോ അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും വിശേഷങ്ങളിലൊക്കെ പങ്കെടുക്കാനോ ഒക്കെയുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ അല്പം ശ്രദ്ധക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പഠനത്തിലൊക്കെ മനസ്സ് ഏകാഗ്രമാക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന പോലെ തോന്നാം. എന്നാൽ മെയ് 15-ന് ബുധൻ രാശി മാറുന്നതോടെ നിങ്ങളുടെ ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ഉന്നത പഠനത്തിനോ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ 2-ാം പകുതി മികച്ച ഫലം നൽകുന്നതാണ്. ഇനി ആരോഗ്യകാര്യം നോക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇടവക്കൂറുകാർക്ക് ഈ മാസം സമ്മിശ്ര ഫലമാണ് ലഭിക്കുന്നത്. രാശിനാഥൻ ശുക്രൻ 1-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ പ്രതിരോധശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. എങ്കിലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ചർമ്മ സംബന്ധമായ അലർജികളോ ഉറക്കക്കുറവോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. 15-ാം തീയതിക്കൊക്കെ ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ മാറുകയും നിങ്ങളെ കൂടുതലൊക്കെ ഊർജ്ജസ്വലരാകുകയും ചെയ്യുന്നതാണ്. കാലുകൾക്കൊക്കെ കണ്ണിനും ഒക്കെ ചെറിയ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ഇനി എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഈ മാസം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇടവത്തിൻ്റെ രാശിനാഥനായ ശുക്രൻ ഈ മാസം മാളവ്യ യോഗത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് ഐശ്വര്യമൊക്കെ കൊണ്ടുവരുന്നതാണ്. അതിനുവേണ്ടി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സഹായിക്കുന്നതാണ്.
നിങ്ങളുടെ ഭാഗ്യനാഥനായ ശനി 11-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനി ദോഷങ്ങളൊക്കെ അകറ്റുന്നതിന് അതുപോലെ കരിയറിലെ തടസ്സങ്ങളൊക്കെ മാറാനും ശനിയാഴ്ച തോറും ശനി ഭഗവാന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ വിദ്യാഭ്യാസത്തിനും ബുദ്ധിക്കും വേണ്ടി ബുധപ്രീതി നടത്തുക, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ജോലിയിലുമൊക്കെ ഏകാഗ്രത നൽകുന്നതാണ്. ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 5-ാം ഭാവത്തിലുള്ളതിനാൽ കലഹമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ഭജനം ചൊവ്വാഴ്ചകളിലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമൊക്കെ നടത്തുകയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ദോഷം കുറയാനും ശാന്തത നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 2026 മെയ് മാസത്തിൽ ഇടവക്കൂറുകാരെ കാത്തിരിക്കുന്ന പ്രധാന ഫലങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ ചില ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും രാശിനാഥനായ ശുക്രൻ്റെയൊക്കെ അനുഗ്രഹവും കൊണ്ട് നല്ലൊരു നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലോ ഒക്കെ ഇടവക്കൂറുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.